ഞാനിത് എവിടെയാ? ശേടാ, വഴി മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, ഇത് ഏതാ ഈ സ്ഥലം? മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഞാനിത് എവിടെയാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അല്ല, എന്തിനു പിടിക്ക് വന്നേ? എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടേ ഇല്ല. എന്തൊരു അത്ഭുതം ഇത്. എനിക്കിതെന്റെ തോന്നലായിരിക്കോ അതോ സത്യമായിരിക്കോ മനസ്സിലാവുന്നില്ല. ശിവനെ, എന്ത് പരീക്ഷണം ഇത്? ഞാനിത് എവിടെയാ? ഞാൻ 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 സ്വപ്നത്തിൽ കണ്ടതെല്ലാം ഇപ്പൊ നേരിട്ടത് കാണുന്നു. ഇതൊക്കെ എങ്ങനെയാ? ആ പ്രാവാണ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാ ഇപ്പൊ ഇത് സ്വപ്നം പോലെ തോന്നുന്നു. ഇതൊക്കെ ശരിക്കുള്ളതാണോ? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഈശ്വര? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? ഈ ലോകത്തിനും എനിക്കും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ എന്തിനു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം പറയും. അല്ലാതെ ഇങ്ങനെ വിചിത്രമായ കാഴ്ചകള്, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങള്, എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ദേ നോക്ക്, ഞാൻ എന്തെങ്കിലും അറിവില്ലാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം. ഇതിന്റെ പിന്നിൽ ഉദ്ദേശം എനിക്ക് അറിഞ്ഞേ പറ്റൂ. എനിക്കത് മനസ്സിലാവാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എനിക്കൊരു ഉത്തരം വേണം, ഉറപ്പായിട്ടും ഉത്തരം വേണം. എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നേ എന്നതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ. ഇതെല്ലാം സത്യം തന്നെയാണോ? എന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ പരീക്ഷിക്കുന്ന ഈശ്വര? ഇതിനുള്ള ഉത്തരം എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. നമ്മുടെ മോന് പെൺകുട്ടി കൺഫേം ആയി. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനമാക്കണം. ചർച്ചകൾക്കൊന്നും സമയമില്ല. നേരെ നമ്മൾ കല്യാണത്തിലേക്ക് കിടക്കുന്നു. ഇതെന്തൊരു കഷ്ടമായത്? ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം കേട്ടിട്ട് ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ മുഖം വെച്ചോണ്ടിരിക്കുന്നു. അല്ല, ഇതിനെക്കുറിച്ച് അവനോട് ഒരു വാക്ക് നമ്മൾ സംസാരിക്കണ്ടേ? എന്നിട്ട് തീരുമാനം എടുത്താ പോരെ? അതെ അളിയ, അവനൊരു പ്രായപൂർത്തിയായ പയ്യനല്ലേ. അതുകൊണ്ട് അവന്റെ മനസ്സിലും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ട് അവന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് അറിയുന്നതല്ലേ നല്ലത്. അല്ലാതെ എടുത്തുചാടി ഓരോന്നും ചെയ്തിട്ട് പിന്നെ ബുദ്ധിമുട്ടാവേണ്ട കാര്യമില്ലല്ലോ. ഒന്നവനോട് ചോദിച്ചേക്കാം. ഗോവിന്ദ, എന്റെ മകന്റെ കാര്യത്തിൽ ഏതാണ് കൊള്ളാവുന്നത് ഏതാണ് കൊള്ളില്ലാത്തതെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതിന്റെ പേരിൽ ആരും തലപോയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലളിയ, നമ്മള് വിചാരിക്കുന്ന പോലെ അവനിപ്പോ കൊച്ചു പയ്യനൊന്നും അല്ല. അവൻ വളർന്ന് വലിയ ആളായില്ലേ. മൈനറൊന്നും അല്ല, മേജറായി കഴിഞ്ഞു. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ചേച്ചി, ഞാൻ പറയട്ടെ? അളിയ,
അളിയന്റെ മോൻ ആരോ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ അളിയ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞത് തമാശയൊന്നുമല്ല, സീരിയസ് ആയ കാര്യമാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് ശരിയാ. അത് അവനൊരു പെൺകുട്ടിയെ, അതേ പെൺകുട്ടി തന്നെയാ നമ്മുടെ മകന്റെ ഭാര്യയാക്കാൻ വേണ്ടി ഞാനും ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാര്യം ഇപ്പോഴായിരിക്കും അറിഞ്ഞത്. എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. അവരുടെ അടുപ്പവും പെരുമാറ്റവും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ സത്യം തന്നെയാണോ ഈ പറയുന്നത്? അളിയൻ വെറുതെ പറയുന്നതല്ലേ? എന്നാ ഒന്ന് പേര് പറഞ്ഞേ. ശിവാനി. മതിയാലോ, ഇപ്പൊ നിനക്ക് സമാധാനമല്ലേ? അവളെ തന്നെ നമ്മുടെ മകന്റെ ഭാര്യയാക്കാൻ വേണ്ടിയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് ത്രിവിക്രമൻ അറിയില്ലല്ലോ. അളിയ, ഈ കാര്യം ഇപ്പോ അളിയനും അറിയാം, ഞങ്ങൾക്കും അറിയാം. അവനും ഇഷ്ടപ്പെടുന്നതല്ലേ? ഈ കാര്യം പറഞ്ഞ് നമുക്ക് അവനൊരു സർപ്രൈസ് കൊടുത്താലോ? അങ്ങനെയാവുമ്പോ അവന് അത് ഭയങ്കര സന്തോഷാവും. എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? കാറ് ശരിക്കും ഓടിക്കാൻ പോലും പറ്റുന്നില്ല. ശിവാനി എന്റെ കൺമുമ്പിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ തോന്നുന്നു. ബട്ട് വൈ? ഹായ് ശിവാനി. തന്നെ കാണുമ്പോ എനിക്ക് എന്താന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. തന്നെ എപ്പോഴും എനിക്ക് കാണാൻ തോന്നുക, തന്നെ എപ്പോഴും എനിക്ക് കണ്ടോണ്ടിരിക്കാനാണ് തോന്നുന്നത്. തൻ്റെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യണം എനിക്ക്. അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇതിനെപ്പറ്റി തനിക്ക് എന്തെങ്കിലും അറിയോ? തനിക്ക് അങ്ങനെ ഫീൽ ചെയ്തോ? ഓക്കെ, മനസ്സിലുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറ്റുന്നില്ല. ധൈര്യത്തോടെ എനിക്ക് സെൻഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ധൈര്യം കിട്ടുന്നില്ല. എന്താ ചെയ്യാ? ഇത് ഞാൻ തന്നെയല്ല നീ. ഭയങ്കര സ്റ്റൈല് ലുക്കൊക്കെയാണല്ലോ. ശിവാനി, ഈശ്വര, ഞാൻ എന്തായി കാണുന്നേ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഞാൻ എന്താ ഇവളുടെ കൂടെ ഇവിടെ? അപ്പോ അങ്ങനെയാണെങ്കിൽ ശിവാനി എന്റെ കൂടെ തന്നെ ഉണ്ടെന്നാണോ?
ഓ ശിവാനി എന്റെ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. നീ ഇങ്ങോട്ട് നോക്കി. നീ ഇതിന്റെ സത്യം പറയാതെ ഞാൻ ഇവിടുന്ന് പോകുന്നു വിചാരിക്കണ്ട. നീ എന്തായാലും വേണോന്ന് വിചാരിച്ചു തന്നെ എന്നെ വിളിക്ക് കൂട്ടിക്കൊണ്ട് വന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഉത്തരം കിട്ടാതെ പോകാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും അതിന് എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതെന്റെ സ്വപ്നമാണോ അതോ റിയൽ ആണോ അത് നീ പറഞ്ഞാൽ മതിയാവൂ. അത്രേ ഉള്ളൂ. നിന്റെ ജനനത്തിന് പിറകിൽ ഒരു നിയോഗമുണ്ട്. അതിന്റെ യഥാർത്ഥ സമയം വന്നിരിക്കുന്നു. നീ വിശ്വസിച്ചു പോകുന്നതൊന്നും സത്യമേ അല്ല. സത്യത്തിന്റെ മുഖംമൂടി ധരിച്ച നുണകളാണ്. നിന്റെ മനസ്സിലെ എല്ലാ ആശങ്കകൾക്കും പരിഹാരം അടുത്തു വരുന്നു. അതുവരെ നിന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവും നിനക്ക് ലഭിക്കില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. സത്യം അതിന്റെ മാർഗത്തിൽ സഞ്ചരിക്കും. അതെല്ലാം നിനക്ക് വ്യക്തമാവും. എല്ലാം ശുഭമാവട്ടെ. എന്തിനാ ഞാൻ കാത്തിരിക്കുന്നത്? എന്ത് സത്യ? എന്റെ ജീവിതത്തിൽ അങ്ങനെ എന്ത് മുഖംമൂടിയാ ഉള്ളേ? ദയവ് ചെയ്ത് ഒന്ന് വ്യക്തമാക്കിത്താ. എനിക്കാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. ഇതുവരെ ഞാൻ ആരും ഉപദ്രവിക്കാൻ നിന്നിട്ടുള്ള ആരും ചതിച്ചിട്ടുമില്ല. ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്നു. ഞാനായാലും അതുപോലെ എന്റെ വീട്ടുകാരായാലും ആർക്കും ഇതുവരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇനി ചെയ്യാനും പോകുന്നില്ല. അങ്ങനെയുള്ള എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നേ? ഇതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാക്കിത്താ ഈശ്വര. ഒന്ന് പറഞ്ഞു തരൂ. എന്താണെന്നൊന്ന് പറയേ പ്ലീസ്. എവിടെയാ? നാഗറാണി എന്നെ ആക്രമിച്ചപ്പോ എന്റെ ബോധം പോയി. അതിനുശേഷം ആരോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിരിക്കാന്ന് തോന്നുന്നു. ഇത്രയും ദിവസമായിട്ടും ഞാൻ കോമയിലായിരുന്നു. ഇനി ഇവിടെ നിൽക്കരുത്. ഇനി ഇവിടെ നിൽക്കാനേ പാടില്ല. ആ നാഗറാണിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എന്റെ സുഹൃത്തുക്കളോട് പറയണം. എല്ലാ സത്യവും പറയണം. ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. സാറിന് അങ്ങനെ പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റില്ല. സാറിവിടെ ട്രീറ്റ്മെന്റിലാണ്. അങ്ങനെയൊന്നും എഴുന്നേക്കാൻ പാടില്ല. ഐ ആം ഓൾസോ ഡോക്ടർ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇന്നേതാ ഡേറ്റ്? സർ, ആഗസ്റ്റ് 18. ആഗസ്റ്റ് 18. ജൂൺ 25. അങ്ങനെയെങ്കിൽ 55 ദിവസം ഞാനിവിടെ കോമയിലായിരുന്നു. സാറിന് എന്താ വേണ്ടത്? ഞാൻ കൊണ്ടുവന്ന് തരാം. ഈ ഹോസ്പിറ്റൽ എന്റേതാണെങ്കിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് ഇഞ്ചക്ഷൻ തന്നിട്ട് എത്ര നേരമായി? സർ, 8 മണിക്കൂറായി. ഇപ്പൊ ചെയ്യാൻ വേണ്ടി വന്നതാ. ഇനി ഇത് വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എന്റെ കേസ് ഫയൽ ഇവിടെ സാറിന്റെ ചേംബറിൽ തന്നെ ഉണ്ട്. ഇതാരാ ഇത്? അൺനോൺ നമ്പർ. അല്ല, ത്രിവിക്രമിന്റെ ആണല്ലോ മെസ്സേജ്. ഹായ് ശിവാനി, ദിസ് ഈസ് ത്രിവിക്രം. എനിക്ക് തന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശിവാനി. തന്നെ കണ്ടപ്പോൾ മുതൽ ഒരുപാട് കാലം മുമ്പേ പരിചയമുള്ള ഒരാളെ പോലെ എനിക്ക് തോന്നിയത്. എന്താ അങ്ങനെ ഒരു ഫീലെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള ആൻസേഴ്സ് എല്ലാം തൻ്റെ കയ്യിൽ മാത്രമുള്ളത്. ത്രിവിക്രമിന് എന്നോട് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവൻ എന്നെ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. എങ്കിൽ ഞാനായിട്ട് ഇനി വൈകിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് എത്തണം. നീലി, ഇനി ഒട്ടും തന്നെ വൈകിക്കൂടാ. എത്രയും പെട്ടെന്ന് എനിക്ക് ത്രിവിക്രമിന്റെ അടുത്ത് എത്തിയേ പറ്റൂ. ശിവാനി, ഇത്രയും നാളത്തെ നിന്റെ കഷ്ടപ്പാടിനെല്ലാം ആ ഈശ്വരൻ ഫലം തന്നിരിക്കുന്നു. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധവും സംഭവിക്കരുത്. ഇത് നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് നീലി.
ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കിയ പിന്നെ എന്നെ ഒട്ടും താമസിക്കാൻ പാടില്ല. അതെ ശിവാനി, നീ പറയുന്നത് സത്യമാണ്. കാര്യങ്ങളെല്ലാം ഗൗരവത്തോടെ സമീപിക്കണം നമ്മൾ. അതെ നീലി, ത്രിവിക്രമൻ തന്നെയാണ് ആദിശേഷൻ എന്നുള്ളതിൽ എനിക്കിനി ഒരു സംശയവുമില്ല. അതുകൊണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ പ്രണയം അവനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. എന്റെ ആദിശേഷൻ എനിക്ക് തിരികെ കിട്ടാനുള്ള സമയം അടുത്തിരിക്കുകയാണ് നീലി. അതിന് തടയാൻ ഇനി ആരെ കൊണ്ട് സാധിക്കില്ല. നിനക്ക് എത്ര സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശിവാനി. ഇതിനുവേണ്ടി നീ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എനിക്കറിയാം ശിവാനി. അതൊന്നും ഒരു പ്രശ്നമേ അല്ല നീലി. ഞാൻ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദിശേഷനെ കുറിച്ച് മാത്രം. എന്റെ ആദിശേഷനെ എനിക്ക് തിരികെ കിട്ടണം. അതിനുശേഷം നാഗമാണിക്യം നമ്മൾ കണ്ടുപിടിക്കും. എല്ലാം നന്നായി നടക്കും ശിവാനി. എല്ലാം മഹാദേവന്റെ അനുഗ്രഹമാണ് നീലി. അദ്ദേഹത്തിന്റെ ആശീർവാദം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് സാധ്യമാവാത്തതൊന്നുമില്ല. ഇതെവിടെ ഈ സ്ഥലം? ഞാനെങ്ങനെ ഇവിടെ എത്തി? ആ പ്രാവ് എന്നെ ഏതോ കാട്ടിലൂടെ കൊണ്ടുവന്നു. ഞാൻ എവിടെയൊന്ന് വീണു. അതേതാ സ്ഥലം? ആ സ്ഥലം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വളരെ ഡിഫറെന്റ് ആയിരുന്നു. ആ, അവിടെ ഒരു ശിവന്റെ വിഗ്രഹം കണ്ടല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ടില്ലേ? സെയിം അതുപോലെ തന്നെ എന്നോട് സംസാരിച്ചത് ശിവനായിരുന്നു. എന്നെ പോലെ തന്നെയുള്ള ഒരാളെ ഞാൻ അവിടെ ശിവാനിയുടെ കൂടെ കണ്ടല്ലോ. അത് ഞാൻ തന്നെയായിരുന്നു. ഓ, എന്താ ഇങ്ങനെയൊക്കെ? മരുമോനെ, മൊബൈലിൽ എന്തോ കാര്യമായിട്ട് നോക്കുകയാണല്ലോ. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല അങ്കിളെ. ഞാൻ ചുമ്മാ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ, അതുപോട്ടെ, നീ വീട്ടിലേക്ക് എപ്പോഴാ വന്നേ? മോനെ, നിനക്കെന്താ പറ്റിയേ? നിന്നെ ഇപ്പൊ വീട്ടിലൊന്നും കാണാറില്ലല്ലോ. അത് സൈറ്റ് വരെ ഒന്ന് പോയിരിക്കായിരുന്നു. അതാ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയെ. സൈറ്റ് കാണാൻ പോയതോ അതോ സൈറ്റ് അടിക്കാൻ പോയതോ? അങ്കിൾ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല മോനെ, ഞാനെന്തോ ആലോചിച്ച് പറഞ്ഞതാ. നീ ഇത്ര നേരമായിട്ട് വന്നില്ലെന്നാ വിചാരിച്ചത്. നീ ഇവിടെ ഇരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞോ? ശരി അങ്കിളെ, എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. നമുക്ക് നാളെ കാണാം. ഓ, നല്ല ക്ഷീണം കാണും എന്തായാലും. നല്ല ജോലി ആയിരുന്നല്ലോ അല്ലേ? അങ്ങനെയല്ല അങ്കിളെ. ഉറങ്ങിക്കോ. രാവിലെ വേഗം എഴുന്നേറ്റ് ഫ്രഷായി പോവേണ്ടതല്ലേ? എന്തിന്? എന്താ കാര്യം? എന്താടാ, നീ വീട്ടിലേക്ക് വന്നപ്പോ അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. ഓ, അയ്യോ, ഇത്രയും വലിയ കാര്യം അപ്പൊ നീ അറിഞ്ഞില്ലേ ഇതുവരെ? എന്താ മോനെ ഇങ്ങനെയൊക്കെ? അല്ല, അളിയൻ പറയുന്നുണ്ടായിരുന്നു നിന്റെ കല്യാണം നടത്താൻ ഏതോ പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്നോ? വളരെ നല്ലൊരു കുട്ടിയാ മോനെ. അവളുടെ അച്ഛനും അമ്മയ്ക്കോ എന്തോ അളിയൻ വാക്ക് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ത്രിവിക്രമൻ ആ വീട്ടിലേക്ക് പോകണ്ടെന്നും അവരോട് സംസാരിക്കണ്ടെന്നും ഒക്കെയാണ് അളിയൻ പറയുന്നത്. ഓ, ആണോ? നല്ല ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത്. കിടന്നോ ചെല്ലേ. അങ്ങളെ ഒരു മിനിറ്റ്. ആ, അങ്ങള് പറഞ്ഞൊക്കെ സത്യമാണല്ലോ അല്ലേ?